ഇന്നത്തെ വീഡിയോയെ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നുമോൾ വന്നിട്ട് നമ്മൾ പുറത്തേക്ക് പോയിരുന്നതും പിന്നെ ഓൾക്ക് കൊണ്ടുപോകാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നതും പിന്നെ ഞാൻ ഓൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതും ഒക്കെ അതിലെ വിശേഷങ്ങൾ ഞാൻ പങ്കുവച്ചിരുന്നു. അത് വീഡിയോ പിന്നെ നമ്മൾ വീട്ടിൽ AC വെച്ച വിശേഷം ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നുമോൾ കൊച്ചിക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നേരം വൈകാതെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് അലുമിനിയം ഫോയിലിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് കവറിൽ കെട്ടിയിട്ട് വെക്കുക എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അപ്പോൾ എൻ്റെ ജോലികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നുമോളുടെ പാക്കിങ് ജോലികളാണ്. അവിടെ ഇന്നുമോൾക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോൾ ഇന്നുമോൾ പോവുകയാണെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ ഞാനിത് ഓവർകം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഇടങ്ങേറ് വരാറില്ല. ആദ്യത്തെ പ്രാവശ്യം മോളെ ഞാനവിടെ കൊണ്ടാക്കി വന്നിട്ട് ഞാൻ അന്ന് കരഞ്ഞില്ല എന്നേ ഉള്ളൂ. പിന്നീട് 1-2 ആഴ്ചയോളം എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു എൻ്റെ ആ ഒരു ഇടങ്ങേറ്. അതിനൊക്കെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ജനുവരിയിലല്ലേ ഓള് ജോലിക്ക് പോയത്. അപ്പോൾ ഫെബ്രുവരി മാർച്ച് ഇപ്പോൾ ഇത് ഏപ്രിൽ മാസം ആവാൻ പോകുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതെന്താണെങ്കിലും മനുഷ്യന്മാരല്ലേ, എല്ലാ വേദനയും നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മളത് ശീലിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറവി വരും. അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ എന്തെന്ന് വെച്ചാൽ പിന്നെ ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ ഉത്തരവാദിത്തങ്ങളും എൻ്റെ ഒരു ഉത്തരവാദിത്തമാണല്ലോ ഇന്നുമോൾ. അപ്പോൾ ഇന്നുമോൾ എന്നുള്ള ഉത്തരവാദിത്തം ഞാനിതിൻ്റെ 90% കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നാറ് കേട്ടോ. ഇനി അവളുടെ ജീവിതം ബാക്കി നോക്കേണ്ടത് ഓളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇന്നുമോൾക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ സെറ്റായി. ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നുമോൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇന്നലെ നമ്മൾ ജാംജുബിക്ക് പോയിരുന്നപ്പോൾ ഇൻസ്റ്റൻറ്റ് ദോശമാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ആകാരൻ്റെ ചട്ടിയാണ്. ഈ ചട്ടി ഞാൻ കുറച്ച് കാലമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് അവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ പാത്രങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവരൊരു ചായപാത്രത്തിലാണ് അത്രയും നൂഡിൽസ്, ബിരിയാണി, ചോറ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചട്ടി കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കാതിരിക്കണ കാരണം കൊണ്ട് ഇന്നുമോൾക്ക് അത് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാൻ രാവിലെ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവളെ പോകാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ വാങ്ങിച്ച ലിപ്സ്റ്റിക് ഇതും കൊണ്ടുപോകും അത്രേ. ഇഷ്ടപ്പെട്ടില്ല. എന്തെങ്കിലും കൊണ്ടുപോകണ്ടോ? ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടാ എനിക്ക് നല്ല ഇഷ്ടമായിരിക്കുന്നു. ഞാൻ തരില്ല. ഏതാ പോ ഇത് കൊണ്ടേക്കോ. വണ്ടി നാളെ വന്നിട്ട് വേഗം ആവട്ടെ. ഇത് കണ്ടേക്കോ. ഇതാണ് നമ്മളെ ഇന്നുമോളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. എന്താ ഇന്ത്യയും അൻ്റെയും അതുപോലെ ഞങ്ങളിത് തുറക്കണം വെച്ചിട്ട് കുറേ ദിവസം നിന്നു. പക്ഷെ ഇന്ന് സമയമല്ല അല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ സമാധാനം തുറക്കാൻ കേട്ടോ. ഇതേപോലെ തന്നെ സേഫായിട്ട് വെക്കാം. അങ്ങനെ പ്രാവശ്യത്തെ ലീവ് കഴിഞ്ഞിട്ട് എൻ്റെ ചുരിദാറും എടുത്ത് അവൾ പോവുകയാണ് ഗൈസ്. എന്തൊരു കഷ്ടമാണ്. ഇനി ഇതൊന്നും പോരാ, ഈ കൊണ്ടേതൊന്നും പോരാ. അതന്നെ വന്നാൽ തന്നെ എൻ്റെ അലമാരപ്പം തുറന്നു നോക്കണത്. മറ്റേ ഫോണ്, ചാർജറ്, നിന്റെ യൂണിഫോം, ഇതാണ് ജോലിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ. അത് എടുത്തിട്ടില്ലേ? ഫോണിന്റെ ചാർജർ എടുത്തിട്ടില്ലേ? മസ്റ്റ് ആയിട്ട് തരണ്ടൊക്കെ. ഞാൻ തന്നെ എൻ്റെ ചാർജർ പട്ടാൻ വെച്ച് മറന്നുപോയി. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ. പിന്നെ എങ്ങനെ വീട്ടിൽ നല്ല സാധനം അടിച്ചു പറ്റിക്കല്ലോ. പിന്നെ എങ്ങനെ വെയിറ്റിലായിരിക്കും. വെയിറ്റ് ഓക്കെ. ലിക്വിഡ് മണിയില്ല കയ്യിൽ. അങ്ങനെ നമ്മൾ ഇന്നോള് പോയി കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്യാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചിരുന്നു നിങ്ങൾക്ക് സിലിണ്ടർ കിട്ടുന്നുണ്ടോ എന്നൊക്കെ. ഞാൻ ഒരു 3 മാസം പ്രശ്നത്തിൽ ഇങ്ങനെ സിലിണ്ടർ കത്തിക്കാൻ എനിക്ക് പറ്റി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് അന്ന് തന്നെ എൻ്റെ ഗ്യാസ് ഞാൻ റീഫില്ല് ചെയ്തതാണ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനും ഉപയോഗിക്കും, തൊട്ടപ്പുറത്ത് റൂമേത്തോളും ഉപയോഗിക്കും. അവൾക്ക് ഒരു സിലിണ്ടറേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എൻ്റെ
യൂസിന് ഞാൻ കൊടുക്കും, അവളുടെ യൂസിന് അവൾ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിലിണ്ടറാണ്. അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. പിന്നെ വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ വീട് ആകെ മൊത്തം പൊട്ടിത്തെറിച്ച അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇന്നലെ രാത്രി ഞാനേ ഒരുപാട് വൈകിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് ഇന്നലെ രാത്രി പാത്രം ഒന്നും കഴുകാതെയാണ് കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ആദ്യം നമുക്ക് പാത്രങ്ങൾ കഴുകിയിട്ട് വൃത്തിയാക്കണം. അതാണ് എൻ്റെ ആദ്യത്തെ ജോലി. ഇതിൻ്റെ പുതിയ ഗ്ലൗസാണ് കേട്ടോ. എൻ്റെ പഴയ ഗ്ലൗസിൻ്റെ ചൂണ്ടുവിരലിൻ്റെ അവിടെ ഒരു ഓട്ട വന്നു. ഒരു ചെറിയ ഓട്ട വന്നാൽ പിന്നെ ഗ്ലൗസിലേക്ക് വെള്ളം കയറും. പിന്നെ ആ ഗ്ലൗസ് കൊണ്ട് നമുക്ക് ഉപയോഗമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഗ്ലൗസൊക്കെ പുതിയത് മാറ്റി. ഇനി ഞാനും എൻ്റെ സായിക്കുട്ടിയും കൂടി കിച്ചണും വീട് മൊത്തത്തിൽ വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കിച്ചണിൽ നിന്നാണ് തുടങ്ങിയിട്ട് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ പാത്രം കഴുകാൻ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. എനിക്കിപ്പോഴും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് മെസ്സേജൊക്കെ വരാറുണ്ട്. നമുക്ക് നിങ്ങളെ പോലത്തെ ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും ഇങ്ങനെ പോയേനെ, അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഇടയിൽ നിന്ന് ആ കാര്യം ആളുകൾ പറയുന്നുണ്ടാവുക. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് എനിക്ക് സ്ഥിരം ഒരു കുട്ടി മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്യുക എൻ്റെ വീട്ടിൽ. അന്ന് ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് വീഡിയോ അല്ലേ ചെയ്തിരുന്നത്. അപ്പോൾ ചില ഉപദേശത്തിനൊക്കെ വേണ്ടിയിട്ട് കുറേ കുട്ടികൾക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ വീട്ടിലാണ്, അമ്മായിമ്മ ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭർത്താവ് ചിലവിനൊക്കെ തരുന്നുണ്ടോ, ഭർത്താവ് ഓക്കെ ആണോ, ഭർത്താവിന് വേറെ എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ ചോദിച്ചപ്പോൾ അതൊന്നുമില്ല, പക്ഷേ അമ്മായിമ്മേൻ്റെ ബുദ്ധിമുട്ട് തീരെ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിരുന്നൊരു കുട്ടി എനിക്ക് മെസ്സേജ് സ്ഥിരമായിട്ട് അയക്കാറുണ്ടായിരുന്നു. അന്ന് ഞാൻ ആ കുട്ടി പറഞ്ഞതിനെക്കാട്ടിയും കൂടുതൽ ബുദ്ധിമുട്ട് സഹിച്ചിട്ട് ജീവിച്ചിരുന്ന സമയമായിരുന്നു ഞാനത്. അപ്പോൾ പിന്നീട് ആ കുട്ടിക്ക് പിന്നെ മെസ്സേജ് അയച്ചപ്പോൾ കുട്ടി പിന്നീട് പറഞ്ഞു, ഓക്കെ, അപ്പോൾ ഞാനും ഭർത്താവ് വേറെ വീട്ടിലാണ് താമസം, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് നമുക്ക് ചില ഇമോഷണൽ ഡാമേജുകൾ വരും. നമ്മൾ ചില ദിവസങ്ങളിൽ ശരിയാവില്ല, കുറച്ച് കാര്യങ്ങൾ ശരിയല്ലാത്ത ഒരു സിറ്റുവേഷൻസ് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ധൃതി പിടിച്ചിട്ട് എടുക്കേണ്ട തീരുമാനമൊന്നുമല്ല ഈ സെപ്പറേഷൻ എന്ന് പറയുന്ന സാധനം. ഒരു സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്തായാലും കല്യാണം കഴിഞ്ഞു കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞത് അത്ര ഈസിയായ കാര്യമല്ല. നമ്മൾ കുട്ടികൾക്കാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും, നമുക്കാണെങ്കിലും. ഇപ്പം നിങ്ങൾ എന്നെ കാണുമ്പോൾ എത്ര സുഖകരമായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ സുഖകരമായ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പെടുന്ന കുറേ കഷ്ടപ്പാടുകളുണ്ട്. എനിക്കൊരു മാസം ഞാൻ വിചാരിക്കുന്ന ഇത്രയും പൈസ എനിക്ക് വേണം. കാരണം എന്നെ ഒരാളും ഹെൽപ്പ് ചെയ്തിട്ടല്ല, ഞാൻ ആരുടെയും സഹായം ചോദിച്ചിട്ടുമല്ല ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത് വേറെ പല കൂട്ടുകാരും പറയാറുണ്ട്, കുട്ടികളുടെ ചിലവ് നിങ്ങൾ അവകാശമാണത്, നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം എന്നുള്ളത്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം 1.5 വർഷം ആവാൻ പോണു. ഈ 1.5 വർഷത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണു എന്ന് പോലും അന്വേഷിക്കാത്ത ഒരാളടുത്ത് എൻ്റെ കുട്ടികൾക്ക് തിന്നാൻ വേണ്ടി പൈസ താ എന്ന് പറഞ്ഞിട്ട് ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ ഞാൻ ഒരുക്കമല്ല. അപ്പോൾ ഞാൻ അത്രയും പറഞ്ഞു വരുന്നുള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇമോഷണൽ ഡാമേജ് ഉണ്ടാകുമ്പോൾ ഒരു സെപ്പറേറ്റഡ് ആവാം എന്ന് ആരും ഇങ്ങനെ എടുക്കണ്ട, അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുക്കണ്ട. ഞാൻ 23 വർഷം, അതിൽ തന്നെ 21.5 വർഷം വെയിറ്റ് ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ സെപ്പറേറ്റ് ആയത്. അങ്ങനെയൊക്കെ അങ്ങനെ നമ്മളെ വീട്ടിലത്തെ ജോലികളൊക്കെ ഏകദേശം ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ സായിക്കുട്ടി ഒന്ന് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ചുരിദാറാണ്. നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ല കംഫർട്ടബിളായ ചുരിദാറാണ്, വലിയ ഷാളും ഉണ്ട്. അങ്ങനെയൊക്കെ ഞാനിതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. വീഡിയോൻ്റെ ഈ ഒരു സൈഡിൽ ടാഗ് ചെയ്ത പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ഏകദേശം 700 സംതിങ് രൂപൻ്റെ ഒരു ചുരിദാറാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയിട്ട് കുറച്ച് മുട്ടയും ചിക്കനും പിന്നെ പുളിങ്ങ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. മുട്ട ഇപ്പോൾ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റില്ലല്ലോ, ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ പറ്റുള്ളൂ. ഞാൻ മുട്ട ഇങ്ങനെ പുറത്ത് വെച്ചിരുന്ന സമയത്തേ സായിക്കുട്ടിൻ്റെ മുട്ട പുറത്ത് വെച്ചിരുന്ന സമയത്ത് അതൊക്കെ വേഗം കേടുവരും. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിലാണ് ഇപ്പോൾ ഞാൻ മുട്ട വെക്കാറ്. നമുക്ക് ഇനി വലിയൊരു സാമ്പാർ ഉണ്ടാക്കി വെക്കണം. ഒരു 3-4 ദിവസത്തേക്കുള്ള സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്നും കറി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. അതിനുള്ള വെളുത്തുള്ളി കാര്യങ്ങളൊക്കെയാണിത്. ചിക്കൻ എന്തായാലും കഴുകിയിട്ട് മസാല തേച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഡ്രസ്സിട്ട് നമ്മൾ ജോലി ചെയ്താൽ ശരിയാവില്ല. നമുക്ക് മേക്സിയിലേക്ക് മാറാം. ഇവിടെ മീൻ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ വലിയ സാമ്പാർ വെക്കുന്ന പോലെ തന്നെ വലിയ ചിക്കൻ മസാല തേച്ചിട്ട്, വലിയ ചിക്കൻ പറയുമ്പോൾ കുറേ അളവിൽ ചിക്കൻ മസാല തേച്ച് ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അതിന് വേണ്ടി ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി അതിലേക്ക് വിനാഗിരി ഉപ്പ് ഇട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കന് പൊരിക്കാൻ നമ്മളെ കയ്യിൽ കിട്ടുന്ന എല്ലാ തരം മസാല, ഞാൻ എപ്പോൾ മസാല ഉണ്ടാക്കുമ്പോഴും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെയും മാഗിൻ്റെ ചിക്കൻ ക്യൂബും തൈരും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും
കുറച്ച് മല്ലിപ്പൊടിയും തക്കാളിയും ഇത് മസ്റ്റായിട്ട് ചേർക്കും. പിന്നെ ബാക്കി മല്ലിയിലുണ്ടെങ്കിൽ ചേർക്കും, കസൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചേർക്കില്ല അങ്ങനെ. അപ്പം ഞാനൊന്ന് വലത്തെ കൈമ മാത്രമേ ഗ്ലൗസ് ഇടുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ മസാല തേക്കുമ്പോഴേ കൈയിൻ്റെ നഖത്തിന്മേൽ മഞ്ഞ കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വലത്തെ കൈമിൽ ഗ്ലൗസ് ഇടുന്നത്. ഗ്ലൗസ് പെട്ടെന്ന് കഴിയുകയാണേ. ഞാൻ 2 കൈമേയും ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ ഒറ്റ പ്രാവശ്യമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു ഭയങ്കര സങ്കടം. അപ്പോൾ പ്രാവശ്യം വലത്തെ കൈയിൽ മാത്രം നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ ചിക്കന് നല്ല വണ്ണം മസാല തേച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു 3 പാത്രത്തിലാക്കി വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. 3 ദിവസത്തേക്കുള്ള സാമ്പാറും 3 ദിവസത്തേക്കുള്ള ചിക്കൻ ഫ്രൈയും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 3 പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമ്മളെ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ കുട്ടിയും മാത്രമുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇത്ര എമൗണ്ട് ചിക്കൻ മതി. ഞാനൊരു നേരം മാത്രമേ ചോറുന്നുള്ളൂ. പിന്നെ സായിക്കുട്ടിക്ക് 2 നേരം ഉണ്ടാകുന്ന ചിക്കനും അതുണ്ട്. അവനും അത്രേ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മളിനി നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിച്ചാലോ എന്ന് ആലോചിച്ചിട്ടോ. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നമ്മൾ ബ്രെഡ് ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഒരു ബുൾസയും ഒരു ചീസിൻ്റെ ഒരു ലെയറും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സാൻഡ്വിച്ച് റെഡിയാക്കാം. പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ സവാളയും തക്കാളി അതും ഇതൊക്കെ ചേർക്കാം. പക്ഷെ നമ്മൾക്ക് ഇത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കുന്നത്. ഇത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം വിശപ്പ് വരില്ല കേട്ടോ. അപ്പോൾ നമ്മളെ സാൻഡ്വിച്ച് ഇങ്ങനെ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നുമോൾ കൊച്ചിയിലൊക്കെ എത്തി. ഇന്നുമോളുടെ ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ മകനും ഞങ്ങൾ ഇവിടുത്തെ ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പണ്ട് ഞാനും ഇന്നുമോളും എൻ്റെ സായിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള ഇത് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ സങ്കടമാണ് കേട്ടോ. പക്ഷെ നമ്മൾ കാലത്തിനനുസരിച്ച് മാറിയേ പറ്റുള്ളൂ. എല്ലാതും മാറിക്കൊണ്ടിരിക്കും. ഇനി സായിക്കുട്ടി നാളെ ജോലി കിട്ടുമ്പോൾ മാറിപ്പോകും. ഇതൊക്കെ ഞാനിപ്പോൾ തന്നെ എൻ്റെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ. നമുക്ക് അടുത്ത വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ